ഹായ് ഹലോ നമസ്കാരം. വൈകിയാണ് എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഞാൻ ഇടുന്ന ഈ ഒരു വീഡിയോകൾ അതൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ വേണം. ഇതിനെക്കുറിച്ച് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തിടുന്ന ടെക്നിക്കൽ പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ ഞാനും ശ്രമിച്ചു നോക്കുകയാണ്, കാര്യങ്ങളെ ഇപ്പം ശ്രമിച്ചു നോക്കി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടുകൾ എല്ലാവരിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. സ്കിന്നിന് വളരെ മിനുസം നൽകുകയും വളരെ തിളക്കം നൽകുകയും ചെയ്യുന്ന ഞാൻ ഈ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഡക്റ്റിൽ SPF 30 അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സൺ പ്രൊട്ടക്ഷൻ നൽകുന്നു. അതോടൊപ്പം തന്നെ മുഖത്തിന് മിനുസവും തിളക്കവും നൽകുമ്പോൾ ശരിയായിട്ടും നമ്മുടെ സൗന്ദര്യം ഒന്നുകൂടി മെച്ചപ്പെടുത്തി കാണുവാൻ അല്ലെ ആസ്വദിക്കുവാനൊക്കെയും സഹായിക്കുന്ന പ്രോഡക്റ്റാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. സാധാരണ ഫൗണ്ടേഷൻ ഒക്കെ പെട്ടെന്നത് പോലെ ഉള്ള ഒരു കളർ തന്നെയാണ് ഇത്. ശരിക്കും നമ്മുടെ സ്കിൻ ടോണുമായിട്ട് ഏത് സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ്. മുഖത്തിന്റെ സ്കിന്നിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ബ്യൂട്ടീഷ്യൻ പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അത്യാവശ്യം ബ്യൂട്ടി കോൺഷ്യസ് ഉണ്ടായത് കൊണ്ട് തന്നെ അത് ഉപയോഗിക്കുന്ന വിധം അത്യാവശ്യമൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതേ ഉള്ളൂ. മുഖവുമായിട്ട് ഇത് നല്ലപോലെ ലയിപ്പിച്ച് വിടുന്നു. നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ സൺ പ്രൊട്ടക്ഷൻ ലഭിക്കുവാനും തന്നെയല്ല നമ്മുടെ മുഖത്തിന് സ്പോട്ടിൽ തന്നെ തിളക്കം നൽകുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ്. ശരിക്കും ആൾക്കാരൊക്കെ പറയും സ്ത്രീകളിൽ ഒരുങ്ങി നടക്കുമ്പോൾ പുട്ടിയിട്ടിട്ട് നടക്കുന്നു, പുട്ടിയിടുന്നു എന്നൊക്കെ. പക്ഷെ ഇന്ന് പലവിധ ക്രീമുകളും നമ്മളെല്ലാവരും പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളുടെ കച്ചവടം എനിക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ വ്യക്തികൾ യൂസ് ചെയ്യുന്നോണ്ടാണല്ലോ വീണ്ടും നമുക്കിത് വിറ്റ് പോകുന്നത്. സ്കിൻ ടോണുമായിട്ട് ലയിപ്പിച്ച് കഴിയുമ്പോൾ കൃത്യമായിട്ട് എനിക്ക് ഈ കണ്ണിന്റെ ഭാഗത്തൊക്കെ ചെറിയ കറുപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ ഒരു അൺഡ്രൈ ക്രീം ഇട്ടത് കൊണ്ട് തന്നെ കുറേയേറെ വ്യത്യാസം എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഗ്ലാസ് കൂടെ ഇടയ്ക്ക് യൂസ് ചെയ്യുന്നതായതുകൊണ്ട് കറുപ്പ് ഇത്തിരി കൂടുതലാണ്. പക്ഷേ അത് വിട്ടിട്ട് സ്കിന്നിലേക്ക് നോക്കിക്കേ, തിളക്കമുണ്ടോ? നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടോ തിളക്കമുണ്ടോ? വേറെ മറ്റൊന്നുമില്ല, നമ്മൾ ഈ ഒരു ക്രീം മാത്രമാണ് പുരട്ടിയിട്ടുള്ളത്. അപ്പൊ അത് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷമാണല്ലോ നമ്മൾ ശരിക്കും കണ്ണൊക്കെ എഴുതുന്നതും ലിപ്സ്റ്റിക് ഇടുന്നതും. ഞാനൊരു പൊട്ട് കൂടി വെക്കുകയാണ്. അപ്പം മുഖത്തിന് നല്ല തിളക്കം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. കണ്ടവർക്ക് വ്യത്യാസം, നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന സ്കിന്ന് ഞാൻ ഒന്നും പുരട്ടാതിരുന്നപ്പോൾ ഉള്ള സ്കിന്നും ഇപ്പൊ ഇത് പുരട്ടി കഴിഞ്ഞപ്പോൾ ഉള്ള ആ സ്കിന്നിന്റെ വ്യത്യാസവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് എന്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ പ്രോഡക്റ്റുകൾ നമുക്ക് മറ്റുള്ള വ്യക്തികൾക്ക് സജക്ട് ചെയ്യാനും ഒക്കെ സാധിക്കും. അതിലൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു വരുമാനമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. വളരെ ലാഭത്തിലൊക്കെ ഞാൻ ഇത് നിങ്ങൾക്ക് വിൽക്കുവാൻ വേണ്ടിയിട്ടായിരുന്നാലും ഒക്കെ തരാൻ എന്നെ കൊണ്ട് സാധിക്കും. പിന്നെ മേടിച്ച് ഉപയോഗിക്കാനുള്ള വ്യക്തികൾക്ക് ഞാൻ ഈ സാധനം എത്തിച്ചു തരുന്നതാണ്. അപ്പൊ എന്തായിരുന്നാലും ഈ ഒരു പ്രോഡക്റ്റ് വേണ്ടുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യുക.